എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 2026 മാർച്ച് 21 ശനിയാഴ്ച. കൊല്ലവർഷം 1201 മീനമാസം 7-ാം തീയതി. ഇന്നത്തെ പൊതുവായ നക്ഷത്രഫലം നമുക്ക് നോക്കാം. ഇന്ന് നക്ഷത്രം ഭരണിയാണ്. രാവിലെ 6:09 വരെ, തുടർന്ന് കാർത്തിക. തിഥി തൃതീയ രാത്രി 11:56 വരെ, തുടർന്ന് ചതുർത്ഥി. നക്ഷത്രഫലങ്ങൾ: അശ്വതി, ഭരണി, കാർത്തിക. മേടക്കൂറ്: തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും. പുതിയ പദ്ധതികൾ തുടങ്ങാൻ അനുയോജ്യമായ സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം നിയന്ത്രണം പാലിക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ സാധിക്കും. രോഹിണി, മകയിരം, തിരുവാതിര. ഇടവക്കൂറ്: സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സുഹൃത്ത് ബന്ധങ്ങൾ കരിയറിൽ സഹായിക്കും. പഠനകാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച മുന്നേറ്റം നേടാൻ കഴിയും. ബന്ധങ്ങളിൽ സന്തോഷം നിലനിൽക്കും. പുണർദം, പൂയം, ആയില്യം. മിഥുനക്കൂറ്: മനസമാധാനം നിലനിർത്താൻ സാധിക്കുന്ന ദിവസമാണ്. അധികാര സ്ഥാനത്തുള്ളവരിൽ നിന്ന് സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട്. യാത്രകൾ ഗുണകരമാകും. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ വേണം. മകം, പൂരം, ഉത്രം. ചിങ്ങക്കൂറ്: സമ്പത്ത്, കടങ്ങൾ എന്നിവ ക്രമീകരിക്കാൻ നല്ല ദിവസമാണ്. ബിസിനസ്സിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഗുണം ചെയ്യും. വൈകുന്നേരത്തിനുള്ളിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനോ അന്വേഷിക്കുവാനോ സമയം കണ്ടെത്തും. അത്തം, ചിത്തിര, ചോതി. കന്നിക്കൂറ്: ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാൻ അനുയോജ്യമായ ദിവസം. പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. തൊഴിലിൽ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിച്ചേക്കാം. വിശാഖം, അനിഴം, തൃക്കേട്ട. കുടുംബാംഗങ്ങളോട് ക്ഷമയോടെ പെരുമാറേണ്ട ദിവസമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കുക. കുട്ടികളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. മൂലം, പൂരാടം, ഉത്രാടം. ധനുക്കൂറ്: ഏതെങ്കിലും വിഷയത്തിൽ വലിയ താല്പര്യം തോന്നുകയും അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യും. ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. പുതിയ കരാറുകളിൽ ഒപ്പിടാൻ അനുകൂലമായ സമയമാണ്. തിരുവോണം, അവിട്ടം, ചതയം. മകരക്കൂറ്: സാധാരണയായി മിതവ്യയി ആണെങ്കിലും ഇന്ന് ചില ആഡംബരങ്ങൾക്കായി പണം ചിലവഴിക്കാൻ സാധ്യതയുണ്ട്. ജോലിയിൽ പ്രശംസ ലഭിക്കും. വീടിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കാൻ സാധിക്കും. പൊരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. മീനക്കൂറ്: മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും. പൊതുപ്രവർത്തകർക്ക് ജനപിന്തുണ വർദ്ധിക്കും. സാമ്പത്തികമായി ആശ്വാസം നൽകുന്ന ദിവസമായിരിക്കും. പ്രതിവിധി: ഇന്ന് ശനിയാഴ്ചയായതിനാൽ ശാസ്താഭജനം നടത്തുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഭരണി, കാർത്തിക നക്ഷത്രക്കാർ പ്രത്യേകം പ്രാർത്ഥനകൾ നടത്തുക. ശ്രദ്ധിക്കുക, ഇത് പൊതുവായ ഫലങ്ങളാണ്. ഓരോ വ്യക്തിയുടെയും ജാതകവും ഗ്രഹനിലയും അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റം വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കൂടാതെ ദൈവത്തിന്റെ അനുഗ്രഹവും ഉണ്ടാവട്ടെ.